നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഗാന്ധിജിയെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഗാന്ധിജിയെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോ ഞാൻ പലതവണ ചെയ്തിട്ടുണ്ട്. എങ്കിലും അന്ന് ഈ ക്വസ്റ്റ്യൻസ് എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഗാന്ധിജിയുടെ ജന്മദേശം എവിടെയാണെന്ന് അറിയാമോ? ഗാന്ധിജിയുടെ ജന്മദേശം എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലെ പോർബന്ദറാണ്. ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധിജി ജനിച്ചത്. അതുപോലെ തന്നെ പോർബന്ദറിന്റെ പഴയകാല പേരെന്താണെന്നറിയോ? പോർബന്ദറിന്റെ പഴയകാല പേരെന്ന് പറഞ്ഞാൽ എന്താണ്? സുദാമാപുരി. എന്താണ്? സുദാമാപുരി എന്നാണ്. അതുപോലെ ഗാന്ധിജിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗാന്ധിജിയുടെ യഥാർത്ഥ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരാണ് കരംചന്ദ് ഗാന്ധി. അതുപോലെ ഗാന്ധിജിയുടെ അമ്മയുടെ പേരെന്താണ്? പുത്തലീഭായ്. കേട്ടോ, ഗാന്ധിജിയുടെ അമ്മയുടെ പേര് പുത്തലീഭായ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഗാന്ധിജിയുടെ ആത്മകഥ ഏതാണെന്നറിയാമോ? ഗാന്ധിജിയുടെ ആത്മകഥ ഏതാണ്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഗാന്ധിജിയുടെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. അതുപോലെ നമ്മുടെ രാഷ്ട്രപിതാവാരാണ്? ഗാന്ധിജിയാണ്. നമ്മുടെ രാഷ്ട്രപിതാവാരാണ്? ഗാന്ധിജിയാണ്. അതുപോലെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എവിടെ സ്ഥിതി ചെയ്യുന്നു? മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? അതിരമ്പുഴ, കോട്ടയം. എവിടെയാണ്? അതിരമ്പുഴ, കോട്ടയം. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഗാന്ധിജിയെ ആദ്യമായിട്ട് മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചതാണെന്നറിയാമോ? രവീന്ദ്രനാഥ ടാഗോറാണ്. ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. ഗാന്ധിജിയെ ആദ്യമായിട്ട് മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. അതുപോലെ ഗാന്ധിജിയെ ആദ്യമായിട്ട് മിക്കി മൗസ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സരോജിനി നായിഡുവാണ്. ആരാണ്? സരോജിനി നായിഡുവാണ്. അതുപോലെ ഗാന്ധിജി തൻ്റെ അമ്മയെപ്പോലെ കരുതിയ ഗ്രന്ഥം ഏതാണെന്ന് പറയുമ്പോൾ ഗാന്ധിജി ഒരിക്കൽ ഭഗവത്ഗീതയെ നോക്കിക്കൊണ്ട് ഗാന്ധിജി പറയുകയുണ്ടായി, ഭഗവത്ഗീത എനിക്ക് അമ്മയെപ്പോലെയാണ് എന്നാല് പറയുകയുണ്ടായി. ഗാന്ധിജി പറയുകയുണ്ടായി. കേട്ടോ, ഭഗവത്ഗീതയാണ് ഗാന്ധിജി ഗാന്ധിജി തൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞ ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചതാണ്? ഭഗവത്ഗീതയാണ്. അതുപോലെ ഗാന്ധിജിയെക്കുറിച്ച് മഹാകവി വള്ളത്തോൾ എഴുതിയ കവിത ഏതാണെന്ന് അറിയാമോ? ഗാന്ധിജിയെക്കുറിച്ച് മഹാകവി വള്ളത്തോൾ എഴുതിയ കവിത ഏതാണ്? എൻ്റെ ഗുരുനാഥൻ. എൻ്റെ ഗുരുനാഥൻ. ഗാന്ധിജിയെ അതുപോലെ പറയുകയാണെങ്കിൽ ഗാന്ധിജിയെക്കുറിച്ച് പറയുകയാണ് ഗാന്ധിജിയാണ് നമ്മുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി. കേട്ടോ, ഗാന്ധിജി. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ആപ്തവാക്യം ഏതാണെന്ന് അറിയാമോ? നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ആപ്തവാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യമേവ ജയതേ. ദേശീയ ആപ്തവാക്യം സത്യമേവ ജയതയാണ്. അതുപോലെ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. ദേശീയ ആപ്തവാക്യം സത്യമേവ ജയതയാണ്. അതുപോലെ തന്നെ ഗാന്ധിജിയെക്കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ നേരത്തെ പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ ആ ക്വസ്റ്റ്യൻസൊക്കെ കിട്ടുന്നതാണ്.